hello everyone. Welcome back to Xylem Learning. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റിഡോക്സ് റിയാക്ഷന്റെ ബാലൻസിംഗ് ആണ്. അപ്പോൾ ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻസിന്റെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. അതേപോലെ എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? ഫുൾ എല്ലാ ടൈപ്പ് ഇക്വേഷൻസും ബാലൻസ് ചെയ്യാൻ പഠിക്കും. അതായത് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ബാലൻസ് ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ബാലൻസ് ചെയ്യാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മെത്തേഡ് പഠിക്കും. അപ്പൊ നോക്കുക, അസിഡിക് മീഡിയത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റിയാക്ഷൻ തന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസ്സിന്റെ കൂടെ ടേക്ക് പേപ്പർ ആൻഡ് പെൻ എന്നിട്ട് മിസ്സിന്റെ കൂടെ എന്ത് ചെയ്യാം? എഴുതാം. അത് മാത്രം മതി. മിസ്സിന്റെ കൂടെ എഴുതി പോവാ. വെറുതെ കഥ കേൾക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിസ്സിന്റെ കൂടെ എഴുതി പോവാ. അപ്പൊ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന റിയാക്ഷൻ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിയാക്ഷനെ ആദ്യം തന്നെ എടുത്തെഴുതുക. Cr2O7 2- പ്ലസ് Fe2 പ്ലസ് ഗിവിംഗ് Cr3 പ്ലസ് Fe3 പ്ലസ്. ഇതാണ് തന്നിരിക്കുന്ന റിയാക്ഷൻ. അതിന് ഞാൻ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ആരുടെയാണോ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് അവനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ആരുടെയാണോ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് അവനാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ Cr2O7 2- ഞാൻ എടുക്കുവാണെങ്കിൽ എനിക്കറിയാം Cr2O7 2- എന്നാണ് അല്ലെ. അപ്പൊ അതില് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിജന് -2, ക്രോമിയത്തിന് അറിയില്ല, അവനെ ഞാൻ +X എന്ന് വിളിച്ചു. അപ്പം 2 ക്രോമിയം ഉണ്ട് അല്ലെ. ഒരു ക്രോമിയത്തിന് +X ആണ്, 2 ക്രോമിയത്തിന് എങ്ങനെയാണ്? +X × 2 ദാറ്റ് ഇസ് 2X മൈനസ് 2 × 7 അല്ലെ. ഒരു ഓക്സിജന് -2 ആണ്, 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2 × 7 14. അതെല്ലാം കൂടി കൂട്ടുമ്പോ എത്ര വരും? ടോട്ടൽ അവന്റെ ചാർജ് ദാറ്റ് ഇസ് ഈക്വൽ ടു -2. അപ്പൊ 2x is equal to 14 - 2 that is 12. x is equal to +6 കിട്ടി. അതായത് നമ്മുടെ ക്രോമിയം ചേട്ടന്റെ തലയിലുള്ള ചാർജ് അല്ലെങ്കിൽ അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. അവൻ +6ൽ നിന്ന് +3 ആയിട്ട് മാറി അല്ലെ. Cr2O7 2- എന്ന് പറയുന്നത് +6 ആയിരുന്നവൻ Cr3+ ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ റെഡ്യൂസ് ചെയ്തു. അവൻ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു അല്ലെ. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പം റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ ഇതാണ് നമ്മളുടെ റിഡക്ഷൻ ഹാഫ് അല്ലെ. ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ. ഇതാണ് റിഡക്ഷൻ സംഭവിച്ചു അല്ലെ. ഇനി ഓക്സിഡേഷൻ ഹാഫ് എഴുതുകയാണെങ്കിൽ ആർക്കാണ്? Fe2+ന് എന്ത് സംഭവിച്ചു? അവൻ Fe3+ ആയിട്ട് മാറി. അവന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, അവന് ഓക്സിഡേഷൻ സംഭവിച്ചു. സെറ്റ് ആണല്ലോ. അപ്പൊ ഇനി ഇങ്ങനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഹാഫ് റിയാക്ഷൻസ് ആക്കിയിട്ട് മാറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാഫ് റിയാക്ഷൻസിൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ദ ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങളൊക്കെ തന്നെ ബാലൻസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ക്രോമിയം കൂടി 2 ക്രോമിയം ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു അല്ലെ. അപ്പൊ ഇനി നോക്കുക, ഇവിടെ 2 ക്രോമിയം, ഇവിടെ 2 ക്രോമിയം, ഇവിടെ ഒരു Fe, ഇവിടെ ഒരു Fe. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റംസ് ബാലൻസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യുക, പിന്നെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. അപ്പൊ ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ Fe ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ Fe ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോമിയത്തിന് Cr2O7 ആണ്. ഇവിടെ ഒരു 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 7 H2 ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ. 7 H2 നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഇനി ആരെ ബാലൻസ് ചെയ്യണം? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇവിടെ നമുക്കറിയാം 7 × 2 14 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു 14H+ ആഡ് ചെയ്ത് കൊടുത്തു.
ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ നോക്കൂ മക്കളെ. Cr2O7 2 ഇവിടെ 2Cr ഇവിടെ 2Cr ഇവിടെ 7 ഓക്സിജൻ ഇവിടെ 7 ഓക്സിജൻ ഇവിടെ 14 ഹൈഡ്രജൻ അവിടെ 14 ഹൈഡ്രജൻ. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി അല്ലെ. ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ഇനി ഇവിടെ നോക്കുക, Fe2+ Fe3+ ആയിട്ട് മാറി അല്ലെ. അപ്പൊ അവിടെ ഓൾറെഡി ബാലൻസ്ഡ് ആ. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാർജ് ബാലൻസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാർജിനെ ബാലൻസ് ചെയ്ത് കൊടുക്കല. അപ്പൊ ചാർജിനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടിലുള്ള ടോട്ടൽ ചാർജസ് നോക്കണം അല്ലെ. Cr2O7 2 നോക്കുമ്പോ ഇവിടെ എത്രയാ? ഇവിടെ ഒരു -2 ചാർജ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ +14 ചാർജ് ഉണ്ട്. +14 - 2 = +12. ടോട്ടൽ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് +12 ആണ്. +12 ഇനി ഇവിടുത്തെ ചാർജ് നോക്കുകയാണെങ്കിൽ 2 × 3 ഇവിടെ ഒരു +6 ചാർജ് ഉണ്ട്. ഇവിടെ +6ഉം ഇവിടെ +12ഉം ആണ് ചാർജ്. അപ്പൊ രണ്ട് സൈഡിലെയും ചാർജ് ഒരേപോലെ ആക്കാൻ എന്ത് ചെയ്യണം? ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ നമ്പർ ഈക്വൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ +12ഉം ഇവിടെ +6ഉം ആ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ എന്ത് പറ്റും? രണ്ട് സൈഡിലും +6 ചാർജ് ആവും. അപ്പൊ എന്തുകൊണ്ടാണ് മിസ് ഇവിടെ ആഡ് ചെയ്യുന്നത്? എനിക്ക് എങ്ങനെ മനസ്സിലാകും റിയാക്ടൻസിന്റെ സൈഡിലാണോ പ്രോഡക്ട്സിന്റെ സൈഡിലാണോ ആഡ് ചെയ്യേണ്ടത് എന്ന്? നമ്മുടെ റിയാക്ഷൻ നോക്കുക. ഇത് എന്ത് റിയാക്ഷൻ ആയിരുന്നു? ഇത് റിഡക്ഷൻ ആയിരുന്നു. റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ആയിരുന്നു. ഇത് ഓക്സിഡേഷൻ ആയിരുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ അവൻ ലോസ് ചെയ്യും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ മേടിക്കും. ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഏത് സൈഡിലായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രോൺസിനെ മേടിക്കുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റിയാക്ടൻസിന്റെ സൈഡിലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തു? ഒരു 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തു. 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഇനി ഇവിടുത്തെ ചാർജ് നോക്കുകയാണെങ്കിൽ ഇവിടെ -2 +14 അതായത് +12 -6 ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ. അപ്പൊ 12 - 6 അവിടെ ഒരു +6 ഉണ്ട്. ഇവിടെയും +6 ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിലെയും ചാർജ് ഇപ്പൊ +6 ആണ്. ചാർജ് ബാലൻസ്ഡ് ആയി അല്ലെ. ഇനി എഫിയുടെ കേസിൽ എഫിക്ക് ഓക്സിഡേഷനാണ് നടക്കുന്നത്. അവൻ ഇലക്ട്രോൺസിനെ റിലീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പ്രോഡക്ട്സിന്റെ സൈഡിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ 2+ ചാർജ് ഉണ്ട്, ഇവിടെ 3+ ചാർജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? രണ്ട് സൈഡിലെയും ചാർജ് എങ്ങനെയാവും മക്കളെ? രണ്ട് സൈഡിലെയും ചാർജ് ബാലൻസ്ഡ് ആയി. ഇനി ഇവിടെയാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ചാർജിന് നമ്മൾ ബാലൻസ് ചെയ്യുമ്പം രണ്ട് റിയാക്ഷൻസിലും ഓക്സിഡേഷൻ ഹാഫിലും റിഡക്ഷൻ ഹാഫിലും ഉള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ 6 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടെയും 6 ഇലക്ട്രോൺസ് വേണം. സോ ഈ റിയാക്ഷനെ നമ്മൾ × 6 ചെയ്യും. സോ 6Fe2+ ഗിവിംഗ് 6Fe3+ +6 ഇലക്ട്രോൺസ് എന്ന് വരും. എന്തിനാ മിസ് അങ്ങനെ രണ്ട് സൈഡിലും ഇലക്ട്രോൺസിന്റെ എണ്ണം ഇക്വേറ്റ് ചെയ്യിച്ചത്? എന്നാലാണ് ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവുക. ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷനിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ റിയാക്ഷനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഈ റിയാക്ഷനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. 1ഉം 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ത് വരും? ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ എന്താണ് നമ്മളുടെ ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെയാ വരിക? ബാലൻസ്ഡ് ഇക്വേഷൻ മിസ് എഴുതുകയാണെങ്കിൽ ഇവിടെ താഴെ എഴുതിയ കാണൂ, Cr2O7 2- +14H+ +6Fe2+ കാണുന്നില്ലേ? കാണാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 2Cr3+ +6Fe3+ +7H2O എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി മക്കളെ? ബാലൻസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ ബാലൻസ് ചെയ്യാൻ എത്ര സമയം എടുത്തോ? പക്ഷെ ബാലൻസ് ചെയ്യാൻ അത്ര സമയമൊന്നുമില്ല അല്ലെ. നിങ്ങൾ ആദ്യമായിട്ട് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി മിസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാ, ഒരു തവണ എഴുതി നോക്കിയവർക്ക് വളരെ ഈസി ആയിട്ട് ബാലൻസിങ് മനസ്സിലായിട്ടുണ്ടോ അല്ലെ. അപ്പൊ നമ്മള് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് റിഡോക്സ് റിയാക്ഷനെ
ബാലൻസ് ചെയ്യാൻ പഠിച്ചു ഇൻ അസിഡിക് മീഡിയം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബേസിക് മീഡിയത്തില് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. അതിനു മുമ്പ് ആ സ്റ്റെപ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് റിയാക്ഷൻസ് ആക്കി മാറ്റി, പിന്നെ എന്ത് ചെയ്തു? ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റംസ് ബാലൻസ് ചെയ്തു, പിന്നെ ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്തു. ഓക്സിജനെ ബാലൻസ് ചെയ്യുന്നത് H2O വെച്ചിട്ടാണ്, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുന്നത് H+ വെച്ചിട്ടാണ്. ഇനി എന്ത് ചെയ്യുക? ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇലക്ട്രോൺസിന്റെ നമ്പർ ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ട് ഹാഫ് റിയാക്ഷൻസും കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടായി? നമ്മളുടെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബേസിക് മീഡിയത്തിൽ ചെയ്തു നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അസിഡിക് മീഡിയത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ബേസിക് മീഡിയത്തിന്റെ അതാണ് എല്ലാവർക്കും ടെൻഷൻ. മിസ് അസിഡിക് മീഡിയത്തിൽ ചെയ്യാൻ അറിയാം, ബേസിക് മീഡിയത്തിൽ അറിയില്ല. മിസ് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഹാഫ് റിയാക്ഷൻ വെച്ച് ചെയ്യാൻ അറിയാം, പക്ഷെ ഓക്സിഡേഷൻ നമ്പർ മെത്തഡ് അറിയില്ല. എല്ലാം നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കിക്കേ, ബേസിക് മീഡിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെയിം തന്നെ MnO4 മൈനസ് പ്ലസ് I മൈനസ് ഗിവിംഗ് MnO2 പ്ലസ് I2 തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതി ഹാഫ് റിയാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. I മൈനസ് I2 ആയിട്ട് മാറി. അതായത് -1 നിന്ന് ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് മാറി. ഇത് എന്ത് റിയാക്ഷൻ ആണ്? ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇനി എന്താണ്? MnO4 മൈനസ് എന്തായിട്ട് മാറി? MnO2 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ ഇവന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. എമ്മിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? എമ്മിന്റെ ഓക്സിഡേഷൻ +4 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിലോ MnO4 മൈനസ് എടുക്കുമ്പോ MnO4 മൈനസ് എടുക്കാൻ നേരത്ത് എമ്മിന്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്ക് അറിയില്ല, X എന്ന് എടുത്തു. ഓക്സിജന്റെ -2 ആണ്. അപ്പൊ -8 is equal to -1, X is equal to +7. അപ്പൊ +7 നിന്ന് +4 ആയിട്ട് മാറി. അപ്പൊ ഇതെന്താണ്? ഇത് റിഡക്ഷൻ ആണ് അല്ലെ. +7 നിന്ന് +4 ആയിട്ട് മാറി. ദാദാ ഇവിടെ എന്താ പറ്റിയത്? ഇത് റിഡക്ഷൻ അല്ല, ഇത് ഓക്സിഡേഷൻ ആ. -1 നിന്ന് 0 ആയി കൂടുക ചെയ്തേ. ഇറ്റ് ഇസ് ഓക്സിഡേഷൻ, ഇറ്റ് ഇസ് ഓക്സിഡേഷൻ അല്ലെ. ഓക്സിഡേഷൻ ആണ്. ഓക്കെ, റിഡക്ഷൻ അല്ല, ഓക്സിഡേഷൻ ആണ്. -1 നിന്ന് 0 ആയി, അത് കൂടി, അപ്പൊ ഓക്സിഡേഷൻ. ഇത് +7 നിന്ന് +4 ആയി, അപ്പൊ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങൾ ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു അയഡിൻ, അവിടെ 2 അയഡിൻ, അപ്പൊ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അയഡിൻ ബാലൻസ്ഡ് ആയി. ഇവിടെ ഒരു Mn, ഇവിടെ ഒരു Mn. ഓക്കെ, ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 2 H2O ആഡ് ചെയ്ത് കൊടുത്തു. ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 4 H+ അയോൺസിനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഇനി എന്താ ചെയ്യേണ്ടേ? ചാർജ് ബാലൻസ് ചെയ്യണം. ചാർജ് ബാലൻസ് ചെയ്യാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു -2 ചാർജ് ഉണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കേ, 2 × -1, ഇവിടെ ഒരു -2 ചാർജ് ഉണ്ട്. ഇവിടെ എന്താ? ചാർജ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവിടെ -2 ചാർജ് ആക്കാൻ എന്ത് ചെയ്യണോടാ? ഇവിടെ ഒരു 2 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടുത്തെ ചാർജ് നോക്കാൻ നേരത്ത് ഇവിടെ ഒരു 4H+ ചാർജ് ഉണ്ട് അല്ലെ. ഇവിടെ ഒരു 4+ ചാർജ് ഉണ്ട്, ഒരു -1 ചാർജ് ഉണ്ട്. അതായത് ടോട്ടൽ ഒരു +3 ചാർജ് ഉണ്ട്. +3 ചാർജ് ഉണ്ട്. ഇവിടെ എന്താ? ഇവിടെ ചാർജ് ഒന്നുമില്ല. ഇവിടെ ഒരു +3 ചാർജ് ഉണ്ട്, ഇവിടെ ചാർജ് ഒന്നുമില്ല അല്ലെ. ഇവിടെ +3 ചാർജ് ഉണ്ട്, ഇവിടെ ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പം എന്താണ് വരിക? അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ +3 ചാർജ് ഇവിടെ ഉള്ളതിനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 3 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ഇവിടെ +3 ആണ്, 3 ഇലക്ട്രോൺസിനെയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? അവിടെ -3 ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇവിടെ ഒരു 3 ഇലക്ട്രോൺസിനെയും കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു 3 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 3 ഇലക്ട്രോൺസിനെയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താണ്? ഇവിടെ ചാർജ് ബാലൻസ് ആയി. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2നെയും 3നെയും ഈക്വൽ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരെയും 6 ആക്കിയാൽ മതി അല്ലെ. രണ്ടുപേരെയും 6 ആക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? ഈ ഇക്വേഷനെ ഞാൻ 3 വെച്ചും ഈ ഇക്വേഷനെ ഞാൻ 2 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം രണ്ടിലും എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും അല്ലെ. 2 ഇക്വേഷൻസിനെയും ഞാൻ ബാലൻസ് ചെയ്തപ്പം രണ്ടിലും ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആയിട്ട് മാറി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷൻ കൈൻഡ് ഓഫ് ബാലൻസ്ഡ് ആയി. നമുക്ക് എടുത്തെഴുതാം. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ 3 × 2 that is 6. 3 × 2 that is 6i minus giving 3i2
പ്ലസ് 6 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ് ഇക്വേഷൻ 1 കിട്ടി. കിട്ടിയല്ലോ, കിട്ടി. ഇനി ഇവിടെ നോക്കുക, 2H ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 2MnO4 മൈനസ് പ്ലസ് 8H പ്ലസ് പ്ലസ് 6 ഇലക്ട്രോൺസ് ഗിവിംഗ് 2MnO2 പ്ലസ് 4H2O എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ട് ഇക്വേഷൻസിനെയും തമ്മിൽ എന്ത് ചെയ്യുക മക്കളെ? ആഡ് ചെയ്യുക. ഇക്വേഷൻ 1നെയും 2നെയും കൂടി അങ്ങ് ആഡ് ചെയ്യുക. അവർ ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. 1 + 2 = എന്ത് വരും? 2MnO4 മൈനസ് പ്ലസ് എന്ത് വരും? 8H പ്ലസ് 6 ഇലക്ട്രോൺസിനെ എഴുതണോ? രണ്ട് സൈഡൊന്നും ക്യാൻസൽ ചെയ്യില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡൊന്നും റൈറ്റ് ഹാൻഡ് സൈഡൊന്നും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ 6H ഇലക്ട്രോൺസിനെ എഴുതുന്നില്ല, 6I- എഴുതണം. പ്ലസ് 6I- ഗിവിംഗ് എന്ത് വരും? 2MnO4 മൈനസ് 2MnO2 ആയി. പ്ലസ് എത്ര ഇലക്ട്രോൺസ് ആണ്? പ്ലസ് എത്ര H2O ആണ്? 4H2O ആണ്. പ്ലസ് ഒരാളും കൂടി ഉണ്ടല്ലോ, അയഡിൻ ഉണ്ട്, 3I2 ഉണ്ട്. ഇങ്ങനെ വന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? ഇല്ല. ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? ഇല്ല, അല്ലെ? ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടില്ല. കാരണം ഇക്വേഷൻ ബാലൻസ്ഡ് ആയി, പക്ഷെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മളുടെ അടുത്ത് അസിഡിക് മീഡിയം അല്ല ചോദിച്ചിരിക്കുന്നത്. ഇത് അസിഡിക് മീഡിയോ? H+ മാത്രമേ ഉള്ളൂ. ബേസിക് മീഡിയം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ബേസിക് മീഡിയത്തിലുള്ള റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും മിസ്? അപ്പൊ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ ഈസി ട്രിക്ക്. എത്ര H+ ഉണ്ട് അത്ര തന്നെ OH- രണ്ട് സൈഡിലും, റിയാക്ടൻസിന്റെ സൈഡിലും പ്രോഡക്ട്സിന്റെ സൈഡിലും എഴുതി കൊടുക്കുക. എത്ര H+ ഉണ്ട് അത്ര തന്നെ OH- റിയാക്ടൻസിന്റെ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എഴുതി കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ 8 H+ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 8 OH- ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെയോ ഇപ്പുറത്തെ സൈഡിലും കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 8 OH- അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യണം, അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ 2MnO4 മൈനസ് പ്ലസ് 8H+ഉം 8 OH- ചേർന്ന് 8 ആരായിട്ട് മാറും? 8 H2O ആയിട്ട് മാറും. പ്ലസ് 6I- ഗിവിംഗ് 2MnO2 പ്ലസ് 4H2O പ്ലസ് 3I2 പ്ലസ് 8 OH- കിട്ടി. ഇനി എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും H2O കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ H2O ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ 8 H2O മൈനസ് 4 H2O എന്ത് വരും? 4 H2O എന്ന് വരും, അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ നോക്കാണ്. കോപ്പി വരും. വന്നു. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ നമുക്ക് എന്ത് വന്നു? ഇവിടെ 8 H2Oയിൽ നിന്ന് 4 H2O പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 H2O കിട്ടും. This is our balanced equation in basic medium. കണ്ടോ? ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി ബേസിക് മീഡിയത്തില് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട്. അപ്പൊ റിഡോക്സ് റിയാക്ഷനില് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ മിസ് എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് അസിഡിക് ആൻഡ് ബേസിക് മീഡിയത്തിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഏതൊക്കെ ടോപ്പിക്സിന്റെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് വേണ്ടതെന്ന് എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പൊ ആ ടോപ്പിക്സ് ഒക്കെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് മിസ് വരും. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് എവരിവൺ.